ശ്രീ മഹാഭാരതത്തിലെ നായകൻ ഒരർത്ഥത്തിൽ ധർമ്മപുത്രരാണ്. പക്ഷേ ആ ധർമ്മപുത്രരെ കുറിച്ച് MT വളരെ വികലമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ വ്യാസൻ സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാത്ത ഒരു കാഴ്ചപ്പാട്. ധർമ്മപുത്രർ വിതുരർക്ക് കുന്തിയിൽ ജനിച്ച മകനാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. MT ഇതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അടിസ്ഥാനമില്ലാത്ത ഒരു ഭാവനയാണ്, ഒരു വികല ഭാവനയാണ് ഈ ഇരാവതി കാർവയ്ക്കുണ്ടായത്. അത് MT അതുപോലെ പകർത്തുകയാണ് ചെയ്തത്. അതിന് MT അത് ശരിക്കും അങ്ങനെയാണ് എന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി MT പ്രത്യേകിച്ചൊരു കാര്യം ചെയ്യുന്നത്, അദ്ദേഹം കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പദ്യത്തിലുള്ള മഹാഭാരതത്തിലെ അതിന്റെ തർജ്ജമയിൽ ചില വരികൾ ഉദ്ധരിക്കുന്നുണ്ട്. അത് മനഃപൂർവ്വം ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനാണ്. വ്യാസൻ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് വരുത്താൻ വേണ്ടിയാണ്. പക്ഷെ അത് നമുക്ക് വായിച്ചാൽ ഉടനെ മനസ്സിലാവും ഇതൊരു മിസ്ഇന്റർപ്രിട്ടേഷൻ ആണെന്ന്. അതായത് വ്യാസൻ വിതുരർ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത്, വനത്തിലായിരിക്കുന്ന ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഇവർക്ക് പാണ്ഡവർ യുധിഷ്ഠിരനൊക്കെ ആ സമയത്ത് അവിടെ അദ്ദേഹത്തെ ദർശിക്കാൻ ചെന്നിരുന്നു വനത്തിൽ. അപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് ദുഃഖിക്കുന്ന സമയത്ത് വ്യാസൻ തന്നെയാണ് പറയുന്നത്, ഇങ്ങനെ ധൃതരാഷ്ട്രം ദുഃഖിക്കും, എല്ലാവരും ബന്ധുക്കളെല്ലാം ദുഃഖിക്കും. അപ്പോൾ വ്യാസൻ തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് ഇദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ധർമ്മൻ താനാ വിതുരൻ, ആ വിതുരൻ തന്നെ പാണ്ഡവൻ. ഈ ഒരു വരി, അതായത് ഈ ഒരു വരിയാണ് ഇദ്ദേഹം എടുത്ത് ഇങ്ങനെ പറയുന്നത്. അതായത് ധർമ്മൻ തന്നെ വിതുരൻ, ആ വിതുരൻ തന്നെ ഈ പാണ്ഡവൻ. ഈ പാണ്ഡവൻ എന്ന് പറഞ്ഞാൽ ധർമ്മപുത്രൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്, മഹാഭാരതത്തിൽ തന്നെ ഇങ്ങനെയുണ്ട് ധർമ്മം. ഇവിടെ പുത്രനൊന്നും ഒരിടത്തും വരുന്നില്ല. ഇവിടെ അത് മാത്രമല്ല, ഇതിന് തൊട്ടു മുമ്പുള്ള വരികളുടെ അതിന്റെ ബാക്കിയാണ് ഇത്. ഇതിനെ അടർത്തി മാറ്റി, സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയാണ് ഈ രണ്ട് വരികൾ ഇങ്ങനെ ഇരിക്കുന്നത്. അതിന് മുമ്പുള്ള വരികളെ വിട്ടുകളഞ്ഞു. അതിന് മുമ്പുള്ള വരികളിൽ ശരിക്കും പറയുന്നുണ്ട്, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തന്നെ അത് തർജ്ജമ ചെയ്യുന്നുണ്ട്. അതായത് ഗുണങ്ങളിലാണ്, അതായത് സാക്ഷാൽ യമധർമ്മന്റെ ഗുണങ്ങളാണ് വിതുരനിലുള്ളത്. അദ്ദേഹത്തിന്റെ അവതാരമാണ് എന്ന് പറയുന്നുണ്ട്. ആ ഗുണങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതേ ഗുണങ്ങൾ യുധിഷ്ഠിരനും കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ധർമ്മപുത്രൻ എന്ന് പേര് വന്നത്. യമധർമ്മന്റെ മകൻ എന്നുള്ള അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരാള് യമധർമ്മൻ തന്നെ, യമധർമ്മന്റെ പുത്രനാണ് പറ്റുന്നത്, അല്ലാതെ അത് വിതുരന്റെ പുത്രൻ ആക്കാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല, പിന്നെ ശരിക്കുള്ള മഹാഭാരതത്തില് വ്യാസൻ പറയുന്നുണ്ട്, ഈ വിതുരന്റെ മരണസമയത്ത് ഒരു അശരീരി ഉണ്ടാകുന്നു. അതായത് വിതുരൻ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തേജസ് യുധിഷ്ഠിരനിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് വിതുരൻ തന്നെ. അങ്ങനെ പ്രവേശിക്കുന്ന സമയത്ത് ഒരു അശരീരി ഉണ്ടായി, നിങ്ങൾ രണ്ടുപേരും ധർമ്മത്തിന്റെ തന്നെ രണ്ട് രൂപത്തിലുള്ള അവതാരങ്ങളാണ്, അങ്ങനെയാണ് പറയുന്നത്. അതിനെയാണ് ഈ വരികളായിട്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അപ്പൊ ഇതിന്റെ അന്തരാർത്ഥം എത്ര ഈസിയാണ്, കുട്ടികൾക്ക് പോലും മനസ്സിലാവും മറ്റത് വായിച്ചിട്ട്. അതാണ് ധർമ്മൻ ദാന വിതുരൻ, വിതുരൻ തന്നെ പാണ്ഡവൻ. എന്നുവെച്ചാൽ ഈ രണ്ടുപേരിലും ഗുണം, ഈ ഗുണസാമ്യം, ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഗുണങ്ങളിലാണ് ഇവർ രണ്ടുപേരും യമധർമ്മന് സമമാണെന്നുള്ളതിന് അഹിംസ, സത്യം, ധർമ്മം, ഇങ്ങനെ കുറേ ഗുണങ്ങൾ പറയുന്നുണ്ട്. ദമം, ശമം, ഇങ്ങനെ ആ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നിട്ടാണ് പറയുന്നത് ഈ ഗുണങ്ങളിൽ പിന്നെ രണ്ടുപേരും സമന്മാരാണ്. അങ്ങനെ പറയുമ്പോൾ ഈ ധർമ്മപുത്രരെ കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ മഹാപ്രസ്ഥാനം, ഈ അവസാനത്തെ ഒരു യാത്രയുണ്ടല്ലോ, ഇവരെല്ലാം ഈ രാജ്യവും ചെങ്കോലും കിരീടവും ഒക്കെ ഉപേക്ഷിച്ച് ശരിക്കും പറഞ്ഞാൽ അല്പവസ്ത്രധാരികളായിട്ട് പാണ്ഡവരും ദ്രൗപദിയും കുട്ടിയവരും മഹാപ്രസ്ഥാനത്തിലേക്ക് പോവുകയാണ്. ഈ മഹാപ്രസ്ഥാനത്തെക്കുറിച്ചും MTക്ക് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ്. അത് എന്താണെന്നൊന്ന്. അത് ഈ മഹാപ്രസ്ഥാനം വഴി വ്യാസൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു വലിയ തത്വം, മോക്ഷമാർഗം, ആ തത്വമാണ് നമുക്ക് തരുന്നത്. മോക്ഷമാർഗത്തിന്റെ തത്വമാണ് ഈ മഹാപ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം കൊണ്ടുവരുന്നത്. അതായത് ഈ മോക്ഷം പ്രാപിക്കണമെങ്കിൽ ആർക്കും പ്രത്യേകമായി ഈ ലോകത്തോട്, ലൗകിക കാര്യങ്ങളോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകാൻ പാടില്ല. ഡിറ്റാച്ച്ഡ് ആയിരിക്കണം, നിസ്സംഗത്വം വേണം. അപ്പോൾ അങ്ങനെ ഈ 5 പേരിലും പാഞ്ചാലിയും വെച്ച് നോക്കിയാൽ ഏറ്റവും നിസ്സംഗനായിരുന്നത് ധർമ്മപുത്രരാണ് എന്നാണ്. അതുകൊണ്ടാണ് ഇവര് യാത്ര ചെയ്യുമ്പോൾ, 6 പേരും യാത്ര ചെയ്യുമ്പോൾ ആദ്യം പാഞ്ചാലി വീഴുമ്പോൾ പതിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പാഞ്ചാലി ഇങ്ങനെ പതിച്ചതെന്ന് ചോദിക്കുമ്പോൾ
ധർമ്മപുത്രർ പറയുന്നുണ്ട് അത് അവള് വഴിക്ക് വീണു പോയത് എന്താന്ന് വെച്ചാൽ പിന്നെ എന്നും അർജുനനോട് പ്രത്യേകിച്ച് താല്പര്യമായിരുന്നു. ആ പ്രത്യേക താല്പര്യം അതാണ്, അതൊരു അറ്റാച്ച്മെന്റ് ആണ്, സംഘമാണ്. അപ്പൊ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് സ്വർഗത്തെത്താതെ വഴിക്ക് വെച്ച് വീണു പോയതെന്നുള്ള ഇതിലാണ് പറയുന്നത്. പിന്നെ വീണ്ടും ഓരോരുത്തർ എന്നിട്ട് ഇതിനെയാണ് ഈ MT എടുത്തിട്ട് കണ്ടോ അർജുനനോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു, അതിന് ധർമ്മപുത്രർക്ക് നിരാശ എന്നും അനുഭവിച്ചുകൊണ്ടിരുന്ന ആ അമർഷമാണ് ഇവിടെ തീർത്തതെന്നാണ് പറയുന്നത്. അദ്ദേഹം അങ്ങനെയല്ല, കാരണം അത് തെളിയിക്കുന്നതാണ്. മറ്റു ഓരോരുത്തരും വീഴുമ്പോൾ അവരെ പറ്റിയൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയും. അതിലിപ്പം ഭീമൻ വീഴുമ്പോൾ ഭീമൻ അത് ഈ ഭക്ഷണപ്രിയം അമിതമായി പോയി, അതുകൊണ്ടാണെന്ന് പറയാം. അതുപോലെ ഓരോരുത്തരെയും പറയും. അർജുനന് താൻ സൂര്യനാണ്, വീരനാണെന്ന് വലിയ ഒരു അഭിമാനം ഉണ്ടായിരുന്നു. അതുപോലെ ഓരോരുത്തർ, ഇപ്പൊ നകുലൻ താൻ സുന്ദരനാണെന്ന് അഭിമാനം ഉണ്ടായിരുന്നു. പിന്നെ സഹദേവൻ താൻ വലിയ അറിവുള്ളവനാണ്, പ്രാജ്ഞനാണ് എന്നുള്ള അഭിമാനം. അപ്പൊ ഈ അഭിമാനം, ഈഗോ സെൻസ് അല്ലെങ്കിൽ അഹംബോധം വെടിഞ്ഞാലേ നമുക്ക് മോക്ഷം കിട്ടും, ആത്മതത്വത്തിൽ എത്താൻ പറ്റും. അപ്പൊ ആ ഒരു തത്വമാണ് ഇദ്ദേഹം പറയുന്നത്. അവശേഷിക്കുന്നത് കൊണ്ടാണ്, ആ ഒരു ബോധം അവശേഷിക്കുന്നത് കൊണ്ടാണ് ഇവരൊക്കെ വീണു പോയത്. അതേസമയം ധർമ്മപുത്രർക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തി എന്നൊക്കെ പറയില്ല. അതുകൊണ്ട് അദ്ദേഹം ശരീരം ഇരിക്കുമ്പോ തന്നെ സംഘമില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ്, യമധർമ്മനും അതുപോലെ തന്നെ ഇന്ദ്രനും രണ്ടുപേരും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുള്ള അനുഭവം ജീവിച്ചിരിക്കവേ തന്നെ കൊടുക്കുന്നുണ്ട്. അതാണ് അദ്ദേഹം സ്വർഗത്തിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങനെയാണ്. സ്വർഗത്തിലെ അനുഭവം കൊടുത്തു. അതായത് കൂടെ വന്നിരുന്ന ആ നായ അത് ധർമ്മദേവനായിരുന്നു. അപ്പൊ ആ ധർമ്മദേവൻ ഈ നരകം കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പറയും, എന്റെ സഹോദരങ്ങൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവര് നരകത്തിലാണെന്ന് പറഞ്ഞ് വെറുതെ കാണിച്ചു കൊടുക്കുന്നതാണ്. സത്യത്തിൽ അവർ സ്വർഗത്തിലാണ്, പിന്നീട് കാണിച്ചു കൊടുക്കും. അപ്പൊ സ്വർഗവും കാണിച്ചു കൊടുക്കും അദ്ദേഹത്തിന് ഇതെല്ലാം. പക്ഷെ അദ്ദേഹം ഈ സ്വർഗം സ്വീകരിക്കാൻ ആദ്യം തയ്യാറാവുന്നില്ല. എൻ്റെ സഹോദരങ്ങളും അതുപോലെ തന്നെ തൻ്റെ കൂടെ വന്ന ഈ നായയ്ക്ക് പോലും സ്വർഗം കൊടുത്താലേ എനിക്ക് സ്വർഗം മതി, അത്രയ്ക്ക് നിസ്സംഗത്വമാണ് അദ്ദേഹത്തിന്. അങ്ങനെ അതാണ് എടുത്തു കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മോക്ഷപ്രാപ്തിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച്മെന്റ് വേണം. അതില്ലെങ്കിൽ എന്നിട്ട് പിന്നീട് പറയുന്നുണ്ട്, ഇദ്ദേഹം നേരെ അങ്ങ് സ്വർഗത്ത് കയറി പോയതൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് ഈ അനുഭവങ്ങൾ കിട്ടിയതിന് ശേഷം അദ്ദേഹം ഗംഗയിൽ തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നു എന്ന് വ്യാസൻ പറയുന്നു. ശ്രീ അതുപോലെ തന്നെ ഈ നാഗങ്ങളെ കുറിച്ച് നമ്മൾ ഇതിൻ്റെ ഒരു രണ്ടാം മൂഴത്തിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഈ നാഗങ്ങളെ കുറിച്ചും നാഗഗോത്രത്തെ കുറിച്ചും ഒക്കെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് ഈ നാഗങ്ങള് ഇപ്പോൾ ദിവ്യമായിട്ടുള്ള ചില നാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ദിവ്യരായിട്ടുള്ളവരെ. അതിൽ തക്ഷകൻ, അങ്ങനെ വാസുകി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഈ നാഗങ്ങളെ യഥാർത്ഥത്തിൽ മഹാഭാരതത്തിലെ നാഗങ്ങളായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇവിടെ MT അതിനെ ഒരു ഗോത്രവർഗമാക്കിയിരിക്കുകയാണ്, നാഗന്മാരുടെ ഒരു വർഗം. പക്ഷേ ശരിക്കുള്ള മഹാഭാരതത്തിൽ പറയുന്നത് ഈ നാഗന്മാരെന്ന് പറയുന്നത് അവര് നാഗലോകവാസികൾ, അത് ഇവിടെ ഭൂമിയിലല്ല. അതായത് അതൊക്കെ കുറച്ച് ആത്മീയ ആയിട്ടുള്ള അങ്ങനെ ഒരു ആത്മീയ ലെവലിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. അതായത് ഈ വരുണൻ എന്ന് പറയുന്നത് ഈ ജലതത്വത്തിന്റെ ദേവനാണ്. ജലതത്വം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ജലതത്വം. അപ്പൊ ഈ ജലതത്വത്തിന് തന്നെ അത് നമ്മൾ കാണുന്ന ജലം ത്തിന് മുന്നേ ഒരവസ്ഥയുണ്ട്. അതായത് കുറച്ചുകൂടെ സട്ടിലായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള സട്ടിൽ, അതായത് ഈ നമ്മളെ ദൃശ്യമാകുന്ന ജലത്തിന് പിന്നില് സൂക്ഷ്മമായിട്ട് ജലത്തിന് ആ ജലതത്വം അതിനെ തന്മാത്രകൾ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സട്ടിൽ വേൾഡ് അല്ലെങ്കിൽ ഒരു സൂക്ഷ്മ ലോകമുണ്ട്. അപ്പോ ഈ വരുണന്റെ ആ ലോകത്തെ ഒരു ഉപലോകമാണ് നാഗലോകം. ഇപ്പൊ ഇന്ദ്രന്റെ ലോകത്ത് തന്നെ ഉപലോകങ്ങളുണ്ട്. ഇപ്പോ രുദ്രന്മാരുടെ ലോകമുണ്ട്, പിന്നെ ഗന്ധർവന്മാരുടെ ലോകം, വസുക്കളുടെ ലോകം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ ഈ വരുണന്റെ ലോകം, അതാണ് ഈ വാട്ടേഴ്സ് അല്ലെങ്കിൽ ഈ സമുദ്രത്തിലെ അടിയിലാണ് ഇദ്ദേഹത്തിന്റെ ലോകം എന്ന വരുണന്റെ ലോകം എന്ന് പറയുന്ന അവിടെയാണ് ഈ നാഗലോകം വരുന്നത്. ഒരു ഉപലോകമായിട്ടാണ് മഹാഭാരതത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ നാഗലോകത്തിലുള്ളവർ ഭയങ്കര മിസ്റ്റീരിയസ് ആൾക്കാരാണ്. അപ്പൊ നമ്മൾ തന്നെ ചില കഥകളിലൊക്കെ നാഗകന്യ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയൊക്കെ ഇങ്ങനെ മിസ്റ്റീരിയസ് പവേഴ്സ് അല്ലെങ്കിൽ മിത്തോളജിക്കൽ ഫിഗേഴ്സ് ആണ് ഇവരൊക്കെ. കാരണം ഇവർ സിദ്ധന്മാർ, അതിനിടയിൽ സിദ്ധന്മാരുണ്ട്.
വലിയ സിദ്ധന്മാർ, അതിലൊക്കെയാണ് ഈ ആനന്ദൻ, വാസുകിയൊക്കെ വരണത്. അപ്പൊ ഇവര് സിദ്ധിയുള്ളവരാണ്. അതുപോലെ തന്നെ പല സിദ്ധന്മാരായിട്ടുള്ള നാഗങ്ങളും ഉണ്ട്. അവർക്ക് ഭൂമിയിൽ വേണമെങ്കിൽ വന്ന് രൂപമിട്ട് വസിക്കാൻ സാധിക്കും. ഭൂമിയിൽ വേഷമിട്ട് വന്നിപ്പോ നമ്മൾ പറയില്ലേ, മേനക ഭൂമിയിൽ വന്ന് മേനകയ്ക്ക് പുത്രി ജനിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയാം. അതുപോലെ ഇവർക്ക് ഭൂമിയിൽ വന്ന് മനുഷ്യരായിട്ട് ജീവിക്കാൻ പറ്റും. അതിന് ഉദാഹരണം ആസ്തികൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ ഒരു നാഗകന്യയ്ക്ക് ജനിച്ച പുത്രനാണ്. ഒരു ഋഷി വിവാഹം ചെയ്തു, അതിലുണ്ടായതാണ്. അപ്പോൾ ഇങ്ങനെ ഈ മിസ്റ്റീരിയസ് പവർ, സട്ടിൽ വേൾഡ്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഒരു ആത്മീയ തലവും ഭൗതിക തലവും തമ്മിൽ കോർത്തിണക്കുന്ന ഒരു സംഭവമാണ് ഈ മഹാഭാരതത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് അതിൻ്റെ രസവും. അപ്പോൾ ആ രീതിയിലാണ് ഈ നാഗങ്ങളെ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ടീച്ചർ, അതുപോലെ ഈ MT പറയുന്ന ഒരു കാര്യം, ഈ മഹാഭാരതം എന്ന് പറയുന്നത് സൂതന്മാരും മറ്റുമൊക്കെ പാടി നടന്നതാണ്, അല്ലാതെ ഇത് അന്ന് എഴുതാനുള്ള വിദ്യയൊന്നും അറിയില്ലായിരുന്നു എന്നാണ് MT പറയുന്നത്. MTക്ക് മാത്രമല്ല, അങ്ങനെ പലർക്കും അഭിപ്രായമുണ്ട്. അപ്പോൾ ഇത് പാടി നടന്നപ്പോൾ ഈ പാടുന്നതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി അങ്ങനെ കൂട്ടിച്ചേർത്ത് പല കഥകളും ഉപകഥകളും ഒക്കെ ആക്കി ഇങ്ങനെ വക്രീകരിച്ചതാണ്. ഇത് ഞാൻ ഈ പറയുന്നത് പോലെ എൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കും യാഥാർത്ഥ്യത്തിലുള്ളത്. അതിൽ നിന്ന് ഇങ്ങനെ ദിവ്യത്വമൊക്കെ കൊടുത്ത് ഈ പാടുന്നവരുടെ ഒരു കഴിവുണ്ടല്ലോ, അങ്ങനെ ചേർത്ത് ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. കാരണം എന്ന് വെച്ചാൽ അത് വ്യാസനെ തരം താഴ്ത്താൻ വേണ്ടി, മഹാഭാരതത്തെ തരം താഴ്ത്താൻ വേണ്ടി പറയുന്നതാണ്. അതിൽ ഒരു ചെറിയ കാര്യം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പാണന്മാർ പാടി നടന്നതുപോലെ പാണന്മാരുടെ പണ്ട് കാലം തൊട്ട് പാണന്മാരുടെ പാട്ട്, നാടൻ പാട്ടുകളൊക്കെ അതിനകത്ത് ചരിത്രമുണ്ട്. അത് ശരിയാണ്. ഇപ്പൊ സംഘകാലം തന്നെ ചരിത്രം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ പഴന്തമിഴ് പാട്ടുകളിൽ നിന്നാണ്. അപ്പൊ അന്ന് ഇങ്ങനെ പാടി നടന്ന ആ പാട്ടുകളിൽ ശേഖരിച്ച് അതിൽ നിന്നാണ് നമുക്ക് ഇത് ചരിത്രം കിട്ടും. അതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നാടൻ പാട്ടുകൾക്ക് പ്രാധാന്യമുണ്ട് ചരിത്രം വെളിവാക്കുന്ന കാര്യത്തിൽ. പക്ഷേ ഈ വ്യാസനെ പോലുള്ള ഒരു ത്രികാലജ്ഞാനിക്ക് ഈ ഒരു ചരിത്ര സംഭവം വർണ്ണിക്കാൻ സൂതന്മാർ പാടി നടന്ന വീരഗാഥകളെ ആശ്രയിക്കണം എന്ന് പറയുമ്പോൾ അത് ആ ഒരു MTയുടെ എത്ര ഒരു ചുരുങ്ങിയ ഒരു സങ്കുചിതമായിട്ടുള്ള ഒരു മനോഭാവമാണ്. വ്യാസനോടുള്ള ഒരു ഈർഷ്യയാണ്. നേരത്തെ പറഞ്ഞ പോലെ കൃഷ്ണന്റെ അടുത്ത് ഈർഷ്യ എന്ന് പറഞ്ഞ പോലെ വ്യാസനോടുള്ള ഈർഷ്യയാണ്. ആ വ്യാസനെ കൊച്ചാക്കുക. അതായത് ഈ സൂതന്മാർ പാടി നടന്ന കഥകളെല്ലാം കൂടി എടുത്തു വെച്ച് എഡിറ്റ് ചെയ്ത ഒരാളാണ് ഇത്രയും വലിയ ഈ ബൃഹത്തായ ഈ മഹത്തായ ഒരു മഹാഭാരതം സൃഷ്ടിച്ചത് സൂതന്മാരാണെന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇപ്പൊ പാണന്മാർ പാടി നടന്നത് നമുക്ക് ചരിത്രം കിട്ടുന്നു എന്ന് വിചാരിച്ച് മഹാഭാരതം പോലെയുള്ള ഒന്ന് സൃഷ്ടിക്കാൻ ഇത് ഇങ്ങനെയുള്ള പാട്ടുകളെയാണ് ആശ്രയിച്ചെന്ന് പറയുന്നത് മഹാഭാരതത്തെയും വ്യാസനെയും തരം താഴ്ത്തുന്നതിന് തുല്യമാണ്. തരം താഴ്ത്തൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഇനിയും ഈ രണ്ടാം ഊഴവും MTയും മഹാഭാരതമൊക്കെ ഇനിയും ഒരുപാട് ചർച്ചകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. എന്തായാലും ഈ ചരിത്ര കൃതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അതിലേക്ക് വെളിച്ചം വീശുന്ന അറിവുകൾ നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ആഗ്രഹിക്കാം, ആശംസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.